ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ബ്ലോഗ്. അപ്പോൾ അത് ഞാൻ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അമ്മയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ വേറെ ആരുമില്ല. അച്ഛൻ ജോലിക്ക് പോയി, വൈഷ്ണവൻ ജോലിക്ക് പോയി. അല്ലെങ്കിൽ അവരെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല എന്ന സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയാൽ എന്താ പോകാൻ പറ്റില്ലേ, രണ്ടുപേരും ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. രണ്ടുപേരും ഒറ്റയ്ക്കല്ല, രണ്ടുപേരും കൂടി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇസ്കോൺ ടെമ്പിളിലാണ്. അത് ആക്ച്വലി ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ട്രെയിനിലാണെങ്കിൽ 45 മിനിറ്റ്സ്, പിന്നെ അവിടുന്ന് ഐ ഗെസ് ബസ് അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട്. ഏതാ കംഫർട്ടബിൾ അങ്ങനെ പോവാം. ട്രെയിനിൽ ഒരു കുറച്ച് സമയം വേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എല്ലാം താഴെയുണ്ട് ദൈവമേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട്, അമ്മയൊക്കെ ആദ്യം റെഡിയായിട്ട്, ഞാൻ മാത്രം ഇങ്ങനെ തുത്തി തരികളതേ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടെമ്പിൾ ഞാൻ എപ്പോഴും യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് നേരിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ടെമ്പിളായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കിനി അധികം ദിവസം ലീവില്ല. ഞാൻ മറ്റന്നാൾ പോവാണ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല. കാരണം ഇവരും ബിസിയല്ല. അച്ഛനായാലും വൈഷ്ണവായാലും രണ്ടുപേർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മളെ പോലെ അല്ലേ അല്ലേ അങ്ങനെയല്ല. എനിക്കും ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. കുറേ പേര് വിഷസ് അറിയിച്ചിട്ട് എനിക്ക് പറ്റുന്നിടത്തോട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതുകൂടി ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോസ് കാണിക്കാം, ടെമ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. വലിയ ടെമ്പിളാണ്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ ടെമ്പിളാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഇങ്ങനെ പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. എനിക്ക് പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ക്രേസ് അല്ല, എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയില്ലേ, ഇവിടെ ഇത് സംഭവിച്ചു, ഇവിടെ അത് സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെയൊക്കെ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ ത്രില്ലിങ് കാര്യങ്ങളൊക്കെ കേട്ട് അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പം തന്നെ ഗൂസ് ബംസ് വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ കുളിച്ച് ഫുൾ റെഡിയായി. ആദ്യം കുളിച്ചതാണ്, റെഡിയായി, ഫുൾ പോകാൻ വേണ്ടി സെറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇനി ഞങ്ങൾ അമ്പലത്തേക്കുള്ള യാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആൻറ്റി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആൻറ്റി പിന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആൻറ്റി എനിക്കിത് തന്നത്. താങ്ക് യു ആൻറ്റി. പിന്നെ ഞാൻ ബാക്കി വിശേഷങ്ങൾ അമ്പലത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറേ പേര് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കി വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനും അമ്മയും ഇറങ്ങി. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ലേറ്റായി. ഒരു 10:15 ആയി. അച്ഛനും ഓഫീസിൽ പോകണമായിരുന്നു, ചിന്തുവിനും ഓഫീസിൽ പോകണമായിരുന്നു. ഒരു 10:15 ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം സ്റ്റേഷനിലോട്ട് പോകാൻ. കാരണം അവരാരുമില്ല കൊണ്ടുവിടാൻ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഓട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. തൊട്ടടുത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പം അമ്മ ചില്ലറ അപ്പാണ്. കാരണം എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല, ഗൂഗിൾ പേ ഉള്ളൂ. അവരിപ്പോൾ ഈ നോർമലി ഇങ്ങനെ പോകുന്ന ഓട്ടോ ചേട്ടന്മാരൊന്നും ഗൂഗിൾ പേ എടുക്കാറില്ല, അവർക്ക് ക്യാഷ് തന്നെ വേണം. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ പറക്കി തരാണ് എണ്ണാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഈ ഇരിപ്പ് ഒരു കോമഡി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓട്ടോ അങ്ങോട്ട് ഓടി. പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. ആ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഞങ്ങൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേറെ ട്രെയിൻ കിട്ടി. ഞങ്ങൾ ട്രെയിൻ കയറിയിരുന്നു. സ്ലോ ട്രെയിൻ ആയിരുന്നു കേട്ടോ. ഒരു തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുഖമായിട്ട് ഞങ്ങൾ ഇരുന്നു. പിന്നെ എല്ലാ സ്റ്റേഷനും ഞങ്ങളിങ്ങനെ നോക്കുകയാണ്, ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നൊന്നും അറിയില്ല. അമ്മയ്ക്കും പോയിട്ട് പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേഷൻ ആകുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് ആരുടെയോ ഫോൺ വന്നു. എനിക്കിത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അമ്മ എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. എപ്പോഴും ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറച്ചിലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കാനൊന്നും ഡെയിലി പറ്റില്ലല്ലോ. പക്ഷെ അമ്മ അത് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കാർഗർ എത്തി, ഞങ്ങൾ ഇറങ്ങി. എനിക്ക് കാർഗർ സ്റ്റേഷൻ പെട്ടെന്നേ ഇറങ്ങിയപ്പം ഭയങ്കര സൈലൻസ്, ഒരുമാതിരി
എന്താ പറയുക ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളൊരു സ്ഥലം പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടറിയും. പണ്ടേല് ഞാനും പോയിട്ടുണ്ട്, ഖാർഗർ ഇറങ്ങിയിട്ടില്ല. ഇതൊരുമാതിരി ഇത് ഓട്ടോ സ്റ്റാൻഡ് ആണെന്ന് മനസ്സിലായിട്ടില്ല. അതല്ലേ ചോദിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയില്ല. ഭയങ്കര ധൈര്യം കാണിച്ചിട്ട് അച്ഛനെയും വൈഷ്ണവിനെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്ട് അല്ലേ, അവരൊന്നും വേണം. എന്തിനല്ല നമുക്കൊരാളെ സഹായം, നമുക്ക് തന്നെ പോവാം. ഇവിടെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ, പുറത്ത് വരുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. സംഭവം രാവിലെയാണ്, എന്നാൽ പോലും ഉള്ളിലോട്ടല്ല. ഇവിടെ നോക്കിയോ 40 രൂപ. ഞാൻ അറിഞ്ഞിട്ടുള്ളത് 20 രൂപയാണെന്ന് കേട്ടോ കുഞ്ചു പറഞ്ഞേ. കുഞ്ചു എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ 20 രൂപ ഒരു സീറ്റിന്. നമുക്ക് നോക്കാം. അങ്ങനെ ഓട്ടോ കിട്ടിയില്ലേ? ഞങ്ങൾ പറ്റിക്കില്ലാന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഷെയറിംഗ് ആണെന്ന് തോന്നുന്നു സാധാരണ പോവാറ്. എത്ര പേരാന്നൊക്കെ ചോദിച്ചു. നോക്കാം. 40 രൂപ എന്നോട് ഞാൻ ഏതൊരു വീടിന് 40 രൂപ എന്നാണ് കണ്ടേ. പക്ഷെ എൻ്റെ അനിയത്തിക്ക് പോയിട്ട് വന്ന് അവള് പറഞ്ഞ 20 രൂപയാണെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ബീച്ച് ഓണാക്കിയിട്ടാണ് പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. അതെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലം രാവിലെ ഓപ്പൺ ആവുന്നത് 4:30ക്കാണ്. പിന്നെ അത് ക്ലോസ് ആവുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. പിന്നെ അത് വൈകുന്നേരം ഓപ്പൺ ആവുന്നത് തിരിച്ച് 4:30ക്കാണ്. ആൻഡ് അത് ക്ലോസ് ആവുന്നത് 9 മണിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10-15-20 ആയി. പിന്നെ സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ ഒരു ട്രെയിൻ പോയി. അങ്ങനെയൊക്കെയുള്ള ഫുൾ ടെൻഷൻ. ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ, ദർശനം കിട്ടുമോ എന്നൊക്കെ. കാരണം ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങൾ വന്നതല്ലേ. അപ്പോൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു വിഷമം എന്ന് വിചാരിച്ച് ഞാനും അമ്മയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വേഗം തന്നെ എത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോക്കാരോട് ചോദിക്കുന്നുണ്ട് അത് അടയ്ക്കോ. അയാൾ പറയില്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞങ്ങൾക്കൊരു ടെൻഷൻ, എന്താ എത്തുമെന്നൊക്കെ. കാരണം ട്രാഫിക്കും അവിടെ ഇത് ആക്ച്വലി ഒരു ഗ്രാമീണ ഇതുള്ള ഒരു സ്ഥലം, ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്, ഖാർഗറിൻ്റെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ എന്നാലും ആ സമയത്തൊക്കെ ഭയങ്കര കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ട്രാഫിക്കല്ല, കുറച്ച് അത്യാവശ്യം. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, ഫുൾ ഈ നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര വെയിൽ ചൂടടിച്ചിട്ട് നിൽക്കാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തണുപ്പാണ്. ഈ മൗണ്ടൻസും ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അധികം ബഹളമൊന്നുമില്ല. വളരെ സ്റ്റേഷൻ ഇപ്പോൾ ഇത്തിരി സൈലൻ്റ് ആയി തോന്നിയപ്പോൾ കുറച്ച് പേടിച്ചു. പക്ഷേ സംഭവമൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നുന്നൊരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ എത്താറായിട്ടോ. ഈ കുറച്ചൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ എത്തും. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഓപ്പോസിറ്റിൽ നിന്ന് ഞങ്ങൾ അമ്പലം കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ആ ഗേറ്റിൽ നിന്നല്ല ഈ ഗേറ്റിൽ നിന്നാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് അയാൾ ഇത് എവിടെ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ലേറ്റ് ആവുമോ, കാണാൻ പറ്റാണ്ടിരിക്കുമോ. അപ്പോൾ അയാൾ പറഞ്ഞു നെയ് എന്ന് വെച്ചാൽ ഇല്ല കാണാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് അയാൾ കൊണ്ടുപോവാണ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ നോക്കുന്നുണ്ട് ഈ പെണ്ണ് എന്തൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അമ്മ പറയണ്ടായിരുന്നു, അമ്മ യൂട്യൂബിൽ ഒരു ചേച്ചിയുടെ വ്ളോഗ്, എനിക്ക് ചേച്ചിയുടെ പേര് ഓർമ്മ കിട്ടണില്ല, പുള്ളിക്കാരി ഇവിടെ ഖാർഗറിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡും അവരെ വീഡിയോ അമ്മ എന്നും കാണാറുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി വിശേഷം ഇതേ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. അമ്മ എന്താ തിരുവതി കളിക്കുന്നു. പോലീസിനെ കണ്ടിട്ട് പോലീസിനെ തിരിച്ചു. നല്ല രസമുണ്ടല്ലേ ചെക്കിങ്. അങ്ങനെ ഇത് ചപ്പൽ വെക്കേണ്ട സ്റ്റാൻഡാണ് കേട്ടോ. മീൻസ് അതിപ്പോൾ എല്ലാവർക്കും പറയാൻ കാണുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ചപ്പലൊക്കെ ഫ്രീ ആയിട്ട് വെക്കാം. അങ്ങനെ പേയ്മെൻറ്റോ അങ്ങനെ സംഭവം ടോക്കൺ അങ്ങനെ ഒന്നുമില്ല. സേഫാണ് സംഭവം. ആരും അങ്ങനെ എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് വന്ന ആൾക്കാരെ പോലെ തോന്നി. ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ. ഈ വീഡിയോ എനിക്ക് അമ്മ എടുത്ത് തന്നാ കേട്ടോ. അമ്മ പാവം ഇവിടെ നടക്കാൻ പറ്റണില്ല. കാരണം അത്രയും ചൂടുണ്ട്. വെയിലടിച്ചു തുടങ്ങിയിട്ടേ താഴെ ഒന്നും നടക്കാൻ പറ്റണില്ല. ഈ കാർപ്പറ്റ് ഇട്ടിട്ടൊന്നും ഒന്നിട്ട് കാര്യമില്ല, നല്ല ചൂടുണ്ട്. പക്ഷേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആവുക, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഇവിടെയും ഫൗണ്ടൻ, ഇത് ഫുള്ളൊരു വൈറ്റ് പാലസ്, അതെനിക്ക് പറയാനുള്ളൂ.
അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സംഭവം. പിള്ളേരൊക്കെ അതേ ഒരു കുട്ടി അവിടെ കിടന്ന് കരയാണ് നിലത്ത് അമ്മ നിർത്തിച്ചിട്ട്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ചൂടുണ്ടെന്നാൽ ചെരുപ്പിട്ടിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അമ്മമാരും പിള്ളേരൊക്കെ വരുവാണെങ്കിൽ സൂക്ഷിക്കുക. ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്, നമുക്കേ നടക്കാൻ പറ്റില്ല. എൻ്റെ കാലൊക്കെ പൊള്ളണ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് നമുക്ക് തണുപ്പ് തോന്നും, ചില സമയത്ത് നല്ല ചൂട് തോന്നും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ പോവുകയാണ്, ഇനി ഇതെങ്ങനെ അടച്ച് പോവോ, കാണാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. കണ്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ ഫുൾ ഫൗണ്ടൻ, എന്താ പറയുക, ഒരു പ്രത്യേക ബ്യൂട്ടി ആയിട്ടാണ്. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഫുൾ എല്ലാവരും നല്ല ചിരിച്ച് എല്ലാവരും അങ്ങനെയാണ്. ഈ പൂജാരിമാർ പോയില്ലേ, ഇവർ ഗുജറാത്തീസാണ്. എനിക്ക് തോന്നുന്നു ഈ ടെമ്പിൾ കൂടുതലും ഗുജറാത്തി ഓറിയൻറ്റഡ് പീപ്പിളാണ് കൂടുതലുള്ളത്. കാരണം അവർ ഗുജറാത്തിയിലാണ് അവർ സംസാരിച്ചിട്ട് പോയത്. അപ്പോൾ ഞങ്ങളിതേ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി എത്തിയപ്പോൾ തന്നെ ഒരു സമാധാനം, കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു. ഇത് കണ്ടോ എലിഫൻസും. ഇത് സംഭവം എന്ന് വെച്ചാൽ അടിപൊളിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ എന്ത് രസമാണെന്ന്. ഫുൾ എലിഫൻസും. ഇത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന സമയത്തുള്ള ഒരു പാലസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതേ ഉള്ളിൽ കൂടെ പോവുകയാണ്. ഇത് എൻട്രിയുടെ സ്ഥലമാണ് കേട്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ളൊരു വഴിയാണ്. ഞങ്ങൾ പോയപ്പോഴത്തേ നടന്നു അടച്ചിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇത് ഇവിടെ വന്നിരിക്കുകയാണ് കുറച്ച് സമയം. കൃഷ്ണനും രാധയും അതേപോലെ രാമൻ സീത ഹനുമാൻ ഇവരുടെ മൂർത്തിയാണ് ഉള്ളത്. കുറേ പേരിങ്ങനെ അവിടെ ഇരുന്നിട്ട് പൂജ ചെയ്യുക, പ്രാർത്ഥിക്കുക. വളരെ പോസിറ്റീവ് വൈബാണ്. ഉള്ളിൽ ചൂടൊന്നുമില്ല കേട്ടോ, വളരെ കൂളാണ്. നല്ല ഫ്രഷ് മൈൻഡായിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. നല്ല ഒരു പ്ലെസൻ്റായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ പോയപ്പോഴേക്ക് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴേക്ക് 2 നട അടച്ചു. മൂന്നാമത്തെ നട അത് അടയ്ക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അമ്പലം ഫുൾ ക്ലോസ് ചെയ്യുന്നത് 1 മണിക്കാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്ത് 11:45 ആയെന്ന് തോന്നുന്നു. അപ്പോൾ അവരത് അടച്ചു. എന്നിട്ട് അവർ പറഞ്ഞു 12:30 തുറക്കുന്നു. അപ്പോൾ സൈഡിൽ കുറേ പിള്ളേരും ആൾക്കാരൊക്കെ കുറച്ച് കീർത്തനം പാടുന്നുണ്ട്. ഇത് പ്രസാദം കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നോക്കിയപ്പം കൃഷ്ണൻ്റെ സ്റ്റോറീസാണ് ഫുൾ ഇവർ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃഷ്ണനെ മറ്റേ രാധയും കൃഷ്ണനും, പിന്നെ അതേപോലെ മഴയത്ത് കൃഷ്ണനെ ഇങ്ങനെ കൊട്ടയിൽ വെച്ച് കൊണ്ടുപോകുന്നതും അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ. എനിക്കൊന്നും ഒരു ദിവസം ഫുള്ള് കിട്ടിയാൽ തന്നെ നമുക്ക് മുഴുവൻ കണ്ട് കറങ്ങാൻ പറ്റില്ല, അത്രയുണ്ട്. ഇതേ ഇവിടെ ഫുൾ പാലസ് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളൊക്കെ അത് ഞാനും അമ്മയൊക്കെ നോക്കുകയാണ്, ഇവിടെ ഇതാണോ, ഫുൾ കൺഫ്യൂസ് ആവുന്നു. അതിലേക്കൂടെ വന്നപ്പോൾ ഇതാണോ കണ്ടേന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡൗട്ടാണ്. കണ്ടോ എന്ത് രസമാണെന്ന്. ഇതുകൊണ്ട് ഒരു മൗണ്ടൻ വ്യൂ ഒക്കെയാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ വളരെ അവിടെ മുകളിൽ ചെന്ന ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇവർ അങ്ങനെ അധികം ഫോട്ടോസ് എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ കണ്ട് മതിയാവുന്നില്ല. ഈ മുകളിൽ നിന്നിട്ട് നിങ്ങൾ വ്യൂ ഒന്ന് നോക്കൂ. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ രാത്രി അവിടെ പോവുകയാണ്, ഒരു ഈവനിങ് ടൈം പോവുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും കാണാൻ. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ തോന്നണേ ഇല്ല. ഞങ്ങളിങ്ങനെ ഓരോ സൈഡ് ഇറങ്ങുമ്പോഴാണ് വേറെ സംഭവങ്ങൾ കാണുന്നത്. അപ്പം അമ്മ ഇതൊരു സാധനം കണ്ടുപിടിച്ചു, പ്രസാദ് സെൻറ്റർ. താഴെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രസാദ് സെൻറ്ററാണ്. അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. ഇത് ശ്രീ മോദിജി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ അമ്പലം. അപ്പോൾ അതും ആ ബോർഡിലുണ്ടായിരുന്നുകൊണ്ടാട്ടോ ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങളിതേ പ്രസാദ് സെൻറ്ററിലോട്ട് ഇറങ്ങി പോവാണ്. നല്ല വെയിലുണ്ട്. ചില സമയത്തൊക്കെ നല്ല കാല് താഴെ വെക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല തണുത്ത ഛാസ് കുടിച്ചു, മോരും വെള്ളം. അതിനിവിടെ ഛാസ് എന്നാണ് പറയാം. അത് കുടിച്ചു 2 ഗ്ലാസ്. അങ്ങനെ ഞാൻ ഇവരോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഈ പ്രശ്നമൊന്നുമില്ല, അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, അപ്പോൾ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ്സ് കിട്ടും. അതേപോലെ ഗുജറാത്തി ഡിഷസ്, ഢോക്ല, ഖാക്ര, ജലേബി, അങ്ങനെയുള്ള കുറേ സ്വീറ്റ് ഡിഷസും ഉണ്ട്. സമോസ എല്ലാം ഉണ്ട് കേട്ടോ. ലഡ്ഡു കാണുമൊക്കെ കഴിക്കാനുണ്ട്. പക്ഷേ എനിക്കൊന്നും ഞങ്ങൾ രാവിലെ ലേറ്റായി കഴിച്ചു വന്ന ഒരുമാതിരി മത്ത് പിടിച്ച പോലെ ആയിപ്പോയി. അപ്പോൾ ഒന്നും കഴിച്ചില്ല, അത് മാത്രമേ കുടിച്ചുള്ളൂ. വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മൈസൂർ പാക്ക് എല്ലാം ഉണ്ട്, ഫുള്ള് നല്ല രസമുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് കഴിക്കാം കേട്ടോ, നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാം, വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ചിലതിനൊക്കെ റേറ്റ് കൂടുതലാണ്, ചിലതൊക്കെ അഫോർഡബിളും ആണ്. പിന്നെ അതേപോലെ ഇവരുടെ ജാം, അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് തപ്പി നടക്കുക വെറുതെ. അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മിച്ചറൊന്നും വേണ്ട, വെറുതെയാണ്, ആരും കഴിക്കില്ല. ഞാനാണെങ്കിൽ തിരിച്ച് ഷൂട്ടിന് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു മധുരമുള്ള മിച്ചർ എനിക്കിത് ഇഷ്ടമാണ്. ഞാനത് വാങ്ങണോ വേണ്ടതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എനിക്കിത് ഇഷ്ടമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു സ്വീറ്റ് ചിവിട എന്നൊക്കെ പറയും ഇവിടെ.
അങ്ങനെ ദേ അവിടെ ഇവിടെയും കറങ്ങി തീരുന്നില്ല ആക്ച്വലി. അങ്ങനെ ഞാൻ ഇറങ്ങി ഫൈനലി, ഞാനും അമ്മ അമ്പലത്തിൽ നിന്ന്. എനിക്കെന്തോ മനസ്സ് വരുന്നില്ല പോവാൻ. എന്തായാലും ഞാൻ ദേ അമ്പലത്തിനോട് ബൈ ബൈ പറയാണ്. എന്തായാലും ഞാൻ തിരിച്ചു വരും ഒരു പ്രാവശ്യം, ചെന്തുവിനെയും കൂട്ടിയോ ആരെങ്കിലുമൊക്കെ കൂട്ടി സമയം ഉള്ളതുപോലെ ഞങ്ങളെല്ലാവരും ചിലപ്പോൾ ഞങ്ങൾ തന്നെ വരും ഒരു ദിവസം വൈകുന്നേരം. അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഓട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോ കിട്ടി. അങ്ങനെ എനിക്ക് ചെറിയ ചുമയുണ്ട്, അതാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ സ്റ്റേഷൻ എത്തി, ഖാർഗർ എല്ലാം. പിന്നെ തിരിച്ചെല്ലാം പെട്ടെന്നായിരുന്നു. ഓട്ടോന് അവർ 80 റുപ്പീസ് ചാർജ് ചെയ്തു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഡയറക്റ്റ് പോയോണ്ട് 80 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അങ്ങനെ സ്റ്റേഷൻ എത്തിയപ്പോഴും ട്രെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു ഹാർഡ്ലി ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്തുള്ളൂ, അപ്പോഴേക്കും ട്രെയിനും കിട്ടി. അങ്ങനെ ഞങ്ങൾ പാട്ട് കേട്ട് സുഖമായിട്ട് ഇതേ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങാം, അങ്ങനെ ഉറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.